വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം, അതേപോലെ തന്നെ ചോറിൻ്റെ ഒപ്പം കഴിക്കാം. നല്ലൊരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. പിന്നെ ഇത് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കപ്പ് ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ആദ്യം ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞൊന്നും പോകണ്ട. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഇപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളിക്ക് ഒരുപാട് വേവില്ല. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഒരിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മെഴുക്കുവരട്ടിക്ക്. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ബട്ടർ ചേർത്താൽ മതി. ബട്ടറും ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.